ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു റൈസ് ഗീറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മളുടെ പായസത്തിൻ്റെയൊക്കെ സിമിലർ ടേസ്റ്റ് ആയിട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്, അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം. പിന്നെ നമ്മളുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ 1/4 കപ്പ് ജീരകശാല റൈസ് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇതിനടുത്തതായിട്ട് നമുക്കൊരു കുക്കർ എടുത്തിട്ട് അടുപ്പിൽ വെക്കാം. എന്നിട്ട് അതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പാൽ ചൂടായി വരുമ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് വളരെ ചെറിയ തീയിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മളുടെ റൈസ് നമ്മളുടെ ഈ പാലിൽ കിടന്ന് നന്നായിട്ട് കുക്കായി വരും കേട്ടോ. 10 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യേണ്ടതുള്ളൂ. പിന്നെ ഫ്ലെയിം നല്ലോണം ലോ ആയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ റൈസ് പാലിൽ കിടന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/3 കപ്പിൽ 1 കപ്പ് പാൽപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിൽ ഒരുപാട് ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഒരു ലൈറ്റായിട്ടുള്ളൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അത്രേ ഷുഗർ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് സാഫ്രോൺ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കാർഡമം പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ ഗീർ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യണ്ട, വളരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു സൈഡിൽ ഗ്യാസിലത് അവിടെ കിടന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കാരമൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതൊന്ന് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ ഈ ഗീറിന് ആവശ്യമായിട്ടുള്ള നട്ട്സ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതുകൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കാരമൽ ഉണ്ടാക്കുന്ന ആ ഷുഗറിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
നമ്മളെപ്പോഴും കാരമൽ ഉണ്ടാക്കുന്ന ടൈമിൽ നല്ല അടികട്ടിയുള്ള പാത്രം തന്നെ യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ ഫ്ലെയിം ഒരുപാട് കൂട്ടി കൊടുക്കാനും പാടില്ല. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളുടെ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം, ഒന്ന് തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഈ കാരമലും അതുപോലെ പാലും കൂടി നന്നായിട്ട് മിക്സായി കിട്ടും. ഇപ്പം തന്നെ നമ്മളുടെ ഈ ഒരു ഗീർ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കളർ തന്നെ ചേഞ്ച് ആയത് കണ്ടില്ലേ? കാരമലിൻ്റെ ആ ഒരു കളറും വന്നിട്ടുണ്ട്, അതുപോലെ നമ്മളുടെ സാഫ്രൻ്റെ കളറും വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. പായസത്തിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് ഗീറാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.